Hi students, welcome to a new session of chemistry. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഏതാ പേര്? Is matter around as pure? Myself Srijit, your chemistry mentor. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ 1ന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ചാപ്റ്റർ 1 മുഴുവനായിട്ട് പഠിച്ചിട്ടാണ് എൻ്റെ കുട്ടികളോട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ്. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം. എന്താണ് മാറ്റർ? വാട്ട് ഡു യു മീൻ ബൈ മാറ്റർ? മാറ്റർ ഈസ് ഈ സ്പീഷ്യസ് വിച്ച് ഓക്യുപ്പൈസ് മാസ് ആൻഡ് സ്പേസ്. ഏതൊരു വസ്തുവിനാണോ മാസും നിൽക്കാൻ സ്പേസും വേണ്ടത് അവനെയാണ് മാറ്റർ എന്ന് വിളിക്കുക. എന്നെ മാറ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് വിളിച്ചോ. മാറ്ററാണ് ഞാൻ, കാരണം എനിക്ക് മാസ് ഉണ്ട്, എമ്പാടും മാസ് ഉണ്ട്, നിൽക്കാൻ സ്പേസ് വേണം. നിങ്ങൾ ഈ മാസും ബോഡിയുള്ള വസ്തുവായതുകൊണ്ട് മാറ്റർ എന്ന് വിളിക്കാം. ഇനി അടുത്തതിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ മാറ്ററിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പ്യുവർ എന്താണെന്ന് പറയാം. അപ്പോൾ പല കുട്ടികൾക്കും തോന്നും പ്യുവർ നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ, പ്യുവർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് എന്നാണല്ലോ. സാധാരണക്കാരൻ പ്യുവർ എന്നുദ്ദേശിക്കുന്നതല്ല കെമിസ്ട്രിയിൽ അഥവാ സയൻറ്റിസ്റ്റുകൾ പ്യുവർ എന്ന് അർത്ഥമാക്കുന്നത്. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് കോമ്പോണൻസിനേക്കാൾ കൊണ്ട് ഉണ്ടായത് എന്നാണ് നമ്മൾ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് സബ്സ്റ്റൻസിനെ കൊണ്ട് ഉണ്ടായത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മാറ്ററിനെ പറ്റി. എന്താണ് മാറ്റർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, there are 3 states of matter. They are solid, liquid and gas. ഇമ്പോർട്ടൻ്റ് ആയ 3 സ്റ്റേറ്റുകളാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഈ 3 സ്റ്റേറ്റുകളെ പറ്റിയും പ്ലാസ്മയെ പറ്റിയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ പറ്റിയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവരിൽ സോളിഡിൽ സ്ട്രോങ് ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് അവരിൽ. ലിക്വിഡ് എത്തുമ്പോൾ മോളിക്യൂൾസ് കുറച്ചുകൂടി ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാസുകളിലാവട്ടെ മോളിക്യൂൾസ് ഫാർ എപ്പാർട്ടായിട്ടാണ് നിൽക്കുക. ഇതെല്ലാം നിങ്ങൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ലാതെ മാറ്ററിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so now we are classifying matter into 2, that is pure substances and mixtures. മാറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പ്യുവർ സബ്സ്റ്റൻസസും മിക്സ്റ്റേഴ്സും. യെസ്, pure substances can be divided into elements and compounds. Elements and compounds. Okay, and mixtures can be classified into 2, പറയാൻ പറ്റുമോ? That is homogeneous mixtures and next one is heterogeneous mixtures. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഇറ്റ് ഈസ് സൊല്യൂഷൻ. എന്താണ്? സൊല്യൂഷനെ പറ്റിയാണ്. സൊല്യൂഷൻ. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ? യെസ്, നിങ്ങൾക്കറിയാവുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ് കൊളോയിഡ്, പിന്നെ സസ്പെൻഷൻ. സാറ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പേര് കേട്ടിട്ട് പല കുട്ടികൾക്കും മനസ്സിലായിട്ടില്ല ഇതെന്തൊക്കെയാന്ന്. പഞ്ചസാര വെള്ളം കണ്ടതല്ലേ, അത് സൊല്യൂഷൻ എക്സാമ്പിളാണ്. നമുക്ക് പഞ്ചസാരയും വെള്ളത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല,
കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് വെക്കും. ആ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ കൊളോയിഡ് കണ്ടിട്ടുണ്ടോ? യെസ്, അതും കണ്ടിട്ടുണ്ട്. മിൽക്ക ഒരു കൊളോയിഡാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണ് വെള്ളത്തിലേക്ക് ഇട്ടാൽ മണ്ണ് താഴത്ത് അടിഞ്ഞു കൂടുകയും വെള്ളം മുകളിൽ നിൽക്കുകയും ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് സസ്പെൻഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ മൂന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലെ ഓരോ ആളുകളിലൂടെയും പോവാം. പ്യുവർ സബ്സ്റ്റൻസസ്. മാറ്റർ പ്യുവർ ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. മാറ്ററിനെ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വിളിക്കണമെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ് ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയില്ല അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ കെമിക്കലി H2O ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ നമ്മൾ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ മണ്ണ് വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കുക, മണ്ണും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? ഫിൽട്രേഷൻ വഴി അങ്ങനെയുള്ള ഫിസിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റി. പ്യുവർ സബ്സ്റ്റൻസിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എലമെൻറ്റിനെ പറ്റിയല്ലേ? എന്താണ് എലമെൻറ്റ് എന്ന്? എലമെൻറ്റ് അറിയണമെങ്കിൽ ആറ്റം എന്താണെന്ന് അറിയണം. ആറ്റം എന്താണ്? ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുക്കാം. ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുത്താൽ ഞാൻ അതിനെ വളരെ ചെറിയ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കട്ട് ചെയ്ത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ പാർട്ടായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊട്ടാസ്യമുണ്ട്. ഇനി ആ പൊട്ടാസ്യം എന്ന് പറയുന്ന ആളെ ഇനിയും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇനി കട്ട് ചെയ്തുണ്ടാകുന്ന ആൾക്ക് വലിയ പൊട്ടാസ്യത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടാവില്ല. ഈ ചെറിയ ആളെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുക. ഈ ചെറിയ ആളുടെ പ്രത്യേകത എന്താ? They are very small particles which shows all the properties of origin. ഉണ്ടാക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഉണ്ടായി വന്ന ആളുടെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ ആ വസ്തുവില്ലേ, അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഒറിജിൻ. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ആറ്റം ക്യാൻ ബി ഡിവൈഡഡ്. ആറ്റത്തിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആറ്റം ഡിവൈഡ് ചെയ്താലും ഉണ്ടായി വരുന്ന വസ്തുവിന് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആളുടെ സ്വഭാവം ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, സോ what do you mean by an atom? Atom is the smallest particle. Which shows the properties of origin. ഉണ്ടായി വന്ന ആളുടെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ചെറിയ ഒരാളെയാണ് ആറ്റം എന്ന് വിളിക്കുക. ഒരു ആറ്റം കൊണ്ടുണ്ടാക്കിയ വസ്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എലമെൻ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ 92ഓളം എലമെൻറ്റ്സ് നാച്ചുറലായിട്ട് കാണുന്നു. ബാക്കിയുള്ള എലമെൻറ്റുകൾ മാൻമെയ്ഡായിട്ട് പറയുന്നു. ഏകദേശം 118 എലമെൻറ്റ്സ് ആർ ദർ. അപ്പോൾ എന്താ എലമെൻറ്റ്? Element is a pure substance which is made up of same kind of atom. ഒരേ ടൈപ്പ് ആറ്റം കൊണ്ടുണ്ടാക്കിയ വസ്തുവാണ് എലമെൻറ്റ്. 92ഓളം നാച്ചുറലി ഒക്കറിങ് എലമെൻസും ബാക്കി 118 ടോട്ടൽ എലമെൻസിനെ കാണുമ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് മാൻമെയ്ഡുമാണ്. ഇനി എലമെൻറ്റുകളെ പറ്റി പറയുമ്പോൾ എലമെൻറ്റുകളെ നമുക്ക് സാധാരണഗതിയിൽ എക്സ് എന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഓരോ എലമെൻറ്റിനും ഓരോ സിമ്പൽ കൊടുത്തിട്ടാണ് നമ്മൾ രേഖപ്പെടുത്താറ്.
Okay, if you are assigning a symbol as x, then the z is known as its atomic number. അതിൻ്റെ z എന്ന് പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. where a can be written as the mass number. Okay, ഏതൊരു ആറ്റം എടുത്താലും ആ ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻറ്ററിലുള്ള ഒരു വസ്തു. നമുക്കൊരു ആറ്റത്തിൻ്റെ മോഡൽ സിമ്പിളായിട്ടൊന്ന് കാണാം. ആറ്റോമിക് മോഡൽ നോക്കുക. there will be a nucleus if you are considering carbon atom. കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ രേഖപ്പെടുത്തുന്നത് C വെച്ചിട്ടാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പറായ Z6 ആണ്. ആറ്റോമിക് നമ്പർ A വെച്ചിട്ടല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തു വെച്ചിട്ടാ എൻ്റെ മക്കൾ പറഞ്ഞേ? Z വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ 12 ആണ്. സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാകും, വാട്ട് ഡു യു മീൻ ബൈ ആറ്റോമിക് നമ്പർ? നമുക്ക് നോക്കാം. അതിന് ആറ്റോമിക് മോഡൽ തിരിച്ചറിയണം. ദർ വിൽ ബി എ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ 6 പ്രോട്ടോണുമുണ്ട്, 6 ന്യൂട്രോണുമുണ്ട്. അതിന് ചുറ്റും ഷെല്ലുകളുമുണ്ട്. കണ്ടോ നിങ്ങൾ? ഇനി പ്രോട്ടോണിന്റെ ചാർജ് എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഓർത്തു വെച്ചോ, പ്രോട്ടോൺ വിൽ ബി പോസിറ്റീവ് ഇൻ ചാർജ്. ന്യൂട്രോണോ? ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല. ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ. ആൻഡ് വാട്ട് വിൽ ബി ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ വിൽ ബി ഹാവിംഗ് നെഗറ്റീവ് ചാർജ്. ക്ലിയർ? അപ്പോൾ ഇവിടെ 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോൺ ഉണ്ട്. ഇനി നോക്ക് നിങ്ങൾ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 2, 4 എന്നാണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന 10നെയാണ് നമ്മൾ ഷെൽസ് എന്ന് വിളിക്കുക. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഓക്കെ, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണോ അത്ര തന്നെയായിരിക്കും പ്രോട്ടോണും ഒരു ന്യൂട്രൽ ആറ്റത്തിൽ. അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെ ആണ് Z എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആറ്റോമിക് നമ്പർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് എന്താ? പ്രോട്ടോൺസ് ആണ്. ഓക്കെ, മനസ്സിലായോ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ആറ്റോമിക് നമ്പർ. എ എന്താണ്? എ ഈസ് ദ മാസ് നമ്പർ. എ ഈസ് ദ മാസ് നമ്പർ. എന്താണ് മാസ് നമ്പർ എന്ന് ചോദിച്ചാൽ, മാസ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. എന്തിൻ്റെ നമ്പറാ? ന്യൂക്ലിയോണുകളുടെ നമ്പറാ. എന്താ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോൺസ് ഈസ് ദ സം ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺ. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്. സം ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ഈസ് നോൺ ആസ് ന്യൂക്ലിയോൺസ്. അപ്പോൾ നോക്കുക, C6 12 ആണ്. എന്താ? കാർബണിനെ റെപ്രസെൻ്റ് ചെയ്തത്. കാർബണിൽ 6 പ്രോട്ടോൺ ഉണ്ട്, 12 ന്യൂക്ലിയോൺസ് ഉണ്ട്. എന്താ ന്യൂക്ലിയോൺസ്? ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ഈസ് നോൺ ആസ് ന്യൂക്ലിയോൺസ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ന്യൂട്രോണിൻ്റെ എണ്ണം പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണത്തിനൊരു പേര് വിളിക്കുമല്ലോ, പറ. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പർ വിച്ച് ഈസ് Z. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു A മൈനസ് Z. എ എന്താ? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറ്റും. നോക്കുക, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ
ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ നിങ്ങൾ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ C614 O816 N715. നോക്കിയാലോ, എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ന്യൂട്രോണിൻ്റെ എണ്ണം. എങ്ങനെ കണ്ടുപിടിക്കും C614 ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ A-Z. എ എന്താ പറ? മാസ് നമ്പർ എവിടെയാ റെപ്രസെൻ്റ് ചെയ്യുക? മുകളിൽ 14 - 6 എത്ര കിട്ടുവടാ? 8. ഇതിലോ ഓക്സിജനിലോ നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ ഇക്വേഷൻ A-Z. എ എന്ന് പറയുന്ന മാസ് നമ്പർ 16 -8. അടുത്തത് N715. നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു A-Z. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 - 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ഇവരുടെ ന്യൂട്രോണിൻ്റെ എണ്ണമൊക്കെ ആകസ്മികമായിട്ട് സെയിമായിട്ട് വന്നു. ഇങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിട്ടുള്ള എലമെൻറ്റുകളെ കാണുവാണെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഐസോട്ടോൺസ്. എന്താ ഐസോട്ടോൺസ്? ഐസോട്ടോൺസ് ആർ ദ സ്പീഷ്യസ് which contain same number of neutron, species which contain same number of neutron. നോക്കുക, ഈ മൂന്നിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം എന്തായി? സെയിം ആയി. സോ ദിസ് 3 ആർ ദ എക്സാമ്പിൾസ് ഓഫ് isotons. That is C614, O816, N715. ഓക്കെ, വേറെ ചില ആളുകളുണ്ട് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? എലമെന്റ്സ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ but different mass number. Okay, example C612, C613, C614. ഇവിടെ എല്ലാത്തിലും എന്ത് സെയിമാ? ആറ്റോമിക് നമ്പർ സെയിമാ. എന്ത് വ്യത്യാസ? മാസ് നമ്പർ വ്യത്യാസ. ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരെന്താ? ഐസോടോപ്പ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ കാട്ടിത്തരാം, ഐസോബാർ. എന്താ ഐസോബാർ? എലമെന്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ but different atomic number. നോക്കിയാലോ, എന്താ വരാറിയോ മക്കൾ? നോക്കടാ, N714, C614. എടാ നോക്ക്, നിങ്ങൾ ആറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല അല്ലേ, 6ഉം 7ഉം ആണ്. പക്ഷെ സെയിം ആയത് എന്താ? യെസ്, ഇറ്റ് ഈസ് മാസ് നമ്പർ. രണ്ടും 14 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഐസോബാർ. ക്ലിയർ? എലമെന്റ്സ് എന്ന് പറയുന്നതിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞ സയന്റിസ്റ്റ് എലമെന്റ്സ് എന്ന് പറയുന്ന ടേം കൊടുത്തത് റോബർട്ട് ബോയിലാണ്. എലമെന്റ് എന്ന പേര് കൊടുത്തത് റോബർട്ട് ബോയിൽ. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ലാവോസിയർ ഉണ്ടല്ലോ. ലാവോസിയർ ആണ് എലമെന്റിനെ പറ്റിയ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്, എക്സ്പെരിമെന്റലി യൂസ്ഫുൾ ഡെഫിനിഷൻ പറഞ്ഞത്. എലമെന്റ്സിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. ലാവോസിയർ പറഞ്ഞു, എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. ഈ ബേസിക് സബ്സ്റ്റൻസിനെ റിയാക്ഷൻസ് വഴി വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വസ്തുവാക്കി മാറ്റാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും.
കാർബൺ ഡൈ ഓക്സൈഡിനെ ഇനിയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നിന്നു, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിനെ ഇനിയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴി കാൽഷ്യവും ഓക്സിജനും വരെയാക്കാം. ഇനി ആ കാൽഷ്യത്തിൽ നിന്ന് മറ്റൊരു എലമെന്റ് ഉണ്ടാവില്ല, കാരണം കാൽഷ്യം ഇസ് എ എലമെന്റ്. അപ്പോൾ എലമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു വസ്തു ആക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ കട്ട് ചെയ്താലും അത് അതിൻ്റെ തന്നെ ആറ്റമായിട്ട് മാറുകയുള്ളൂ. മനസ്സിലായോ? ഇനി ഈ എലമെന്റുകളെ നമുക്ക് സാധാരണഗതിയിൽ എലമെന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു മെറ്റൽ, നോൺ മെറ്റൽ ആൻഡ് മെറ്റലോയിഡ്. എന്താണ് മെറ്റൽ? മെറ്റൽ എന്ന് പറയുന്ന ആളെ പറ്റി പറയുമ്പോൾ, മെറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സോളിഡ് ആയ വസ്തുവാണ്, അല്ലെ? അധിക മെറ്റൽസും, മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ആർ സോളിഡ്സ്. മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ആർ സോളിഡ്സ്. അധിക മെറ്റൽസും സോളിഡ് ആണ്, എക്സെപ്റ്റ് എ മെറ്റൽ ദാറ്റ് ഈസ് മെർക്കുറി. മെർക്കുറി ഇസ് എ ലിക്വിഡ് മെറ്റൽ. ഇനി രണ്ട് മെറ്റലുകളെ പറ്റി നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം, സീഷ്യം, ഗാലിയം. ബോത്ത് ഓഫ് ദം ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഈ രണ്ടു പേർക്കും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിനേക്കാൾ ഒരല്പം കൂടുമ്പോൾ തന്നെ ഈ മെറ്റലുകൾ എന്താവാറുണ്ട്, ലിക്വിഡ് ആവാറുണ്ട്. ക്ലിയർ? ഇനി ഇവരുടെ പ്രത്യേകത, സാധാരണഗതിയിൽ മെറ്റൽ എന്ന് പറയുന്ന ആളുകൾക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി മറ്റൊരു പ്രത്യേകത, ദേ ആർ ലെസ്ട്രസ്. എന്താ ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ? അവർക്ക് നല്ല തിളക്കമുണ്ടാകും. സോഡിയം, പൊട്ടാസ്യം പോലുള്ള മെറ്റലുകളെ എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവർ കിടന്ന് തിളങ്ങാൻ തുടങ്ങും. ഓക്കെ. ദേ ഹാവ് സിൽവറി ഗ്രേ ഓർ ഗോൾഡൻ യെല്ലോ കളർ. അവർക്ക് എന്തായാലും ഒരു കളർ ഉണ്ടായിരിക്കും. ദേ ഹാവ് സിൽവറി യെല്ലോ ഓർ ഗോൾഡൻ കളർ. നല്ല ഷൈനിങ് ആയ നല്ല കളറുള്ള ആളായിരിക്കും. ഓക്കെ. പിന്നെ അവർ നല്ല ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിൻ്റെയും ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. ഇനി അവർ ഡക്റ്റൈലാണ്. ഡക്റ്റൈൽ എന്താണെന്ന് അറിയാം മക്കൾക്ക്? ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിൻ വയറുകളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ. ഈ ഗോൾഡൊക്കെ നല്ല ഡക്റ്റൈലായ ആളാണ്. ഓക്കെ. ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഇനി മാലിയബിൾ ആണ്. എന്താ മാലിയബിൾ എന്ന് പറഞ്ഞാൽ? അടിച്ചാൽ പരത്താൻ പറ്റും. മാലിയബിൾ അല്ലെ? നമ്മൾ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? തിൻ ഷീറ്റുകളായിട്ട് മാറും. ക്യാൻ ബി ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. ക്യാൻ ബി ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, സൊണോറസ് ആണ്. എന്താ സൊണോറസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ അതിൽ ഇടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ സൊണോറസ് ആണ്. സൊണോറസ് അല്ലേ? മേക്കിംഗ് എ റിംഗിങ് സൗണ്ട്. വെൻ മേക്കിംഗ് എ റിംഗിങ് സൗണ്ട്. Making a ringing sound when hit. ഇനി ചില മെറ്റലുകൾ, മെറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാം വളരെ ഹാർഡായിരിക്കുന്ന അയണിനെ പോലെ
ഹാർഡായ ആൾ. പക്ഷേ ഇതിൽ ചില ആളുകൾക്ക് എന്തുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പോലുള്ള മെറ്റലുകൾ സോഫ്റ്റാണ്. ഓക്കെ, സോഡിയം പൊട്ടാസ്യം ലൈക്ക് മെറ്റൽസ് ആർ സോഫ്റ്റ് മെറ്റൽസ്. എക്സെപ്ഷൻസിലൊന്ന് ഓർത്ത് വയ്ക്കുക. സോഡിയം പൊട്ടാസ്യം ലൈക്ക് മെറ്റൽസ്, പൊട്ടാസ്യം സോഡിയം ലൈക്ക് മെറ്റൽസ് ആർ സോഫ്റ്റ് മെറ്റൽസ്. ഇതിന് സോഫ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ അറിയോ? പൊട്ടാസ്യമൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് പൊട്ടാസ്യത്തിനെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചാൽ കട്ട് ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ ബി കട്ട് ഈവൻ വിത്ത് എ നൈഫ്. ദേ ക്യാൻ ബി കട്ട് ഈവൻ വിത്ത് എ നൈഫ്. അടുത്തത് നമ്മളിപ്പോൾ മെറ്റലിനെ കണ്ടു. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ എന്താ പീരിയോഡിക് ടേബിൾ എന്നറിയോ മക്കൾക്ക്? നമ്മൾ എലമെൻസിനെ നമ്മൾ പീരിയോഡിക് ടേബിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ പീരിയോഡിക് ടേബിൾസ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക? എന്തിൻ്റെ ബേസിസിലാ? പറ, എന്തിൻ്റെ ബേസിസിലാ? ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. ഓക്കെ, ഈ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് മെറ്റലാണോ നോൺ മെറ്റലാണോ മെറ്റലോയിഡ് ആണോ? മെറ്റലിനെ പറ്റി ഇപ്പോൾ പഠിച്ചു. പീരിയോഡിക് ടേബിൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാന്ന് പറയട്ടെ? അത് മെറ്റലാണ്. 78% മെറ്റലാണ്. ദ മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ 78% ഓഫ് മെറ്റൽസ് ആണ് എവിടെ കാണുന്നത്? പീരിയോഡിക് ടേബിളിൽ. ഓക്കെ, ഇനി മെറ്റൽ കഴിഞ്ഞ് അടുത്തത് നമുക്ക് കാണേണ്ടത് നോൺ മെറ്റലിനെ പറ്റി. നോൺ മെറ്റൽ എന്താ? നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കാത്ത എല്ലാവരെയും നമുക്ക് നോൺ മെറ്റൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഏറെ ഓപ്പോസിറ്റ് എടുക്കാം. എന്തൊക്കെയാ? നോൺ സൊണോറസ് ആണ്, ബ്രിറ്റിലാണ്. എന്താ ബ്രിറ്റിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മാലിബിൾ ആവല്ല, പൊട്ടിപ്പോവുക ചെയ്യാം. അതുകൊണ്ട് ബ്രിറ്റിലാണ് നോൺ മെറ്റൽസിനെ പറ്റി പറയുമ്പോൾ. നോൺ മെറ്റൽസ് അധികവും സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. മോസ്റ്റ്ലി സോളിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, സോളിഡ്സ് ആൻഡ് ഗ്യാസസ്. എക്സെപ്ഷൻ ഉണ്ട് ഇതിനും. ലിക്വിഡായ നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ലിക്വിഡ് നോൺ മെറ്റൽ. liquid non-metal is bromine. liquid non-metal is bromine. bromine ആണ് liquid ആയ non-metal. ഓക്കെ, ഇനി ഇവര് എന്താ? പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്ക് കപ്പാസിറ്റി കുറവാണ്. എല്ലാവരും അങ്ങനെ ആണെങ്കിലും അതിലും ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഏതാ എക്സെപ്ഷൻ എന്നല്ലേ? എക്സെപ്ഷൻ ഉള്ള ഒരാളെ പറഞ്ഞുതരാം. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്, പക്ഷേ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. വലിയ ക്ലാസ്സിൽ അതിൻ്റെ റീസണൊക്കെ പഠിക്കൂ കേട്ടോ. എക്സെപ്ഷൻ ഗ്രാഫൈറ്റ്. ഓക്കെ, ഇനി അവർക്ക് കുറേ കളറുള്ള ആളുകളായിരിക്കും. വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരിക്കും. വെറൈറ്റി കളേഴ്സ് ആയിരിക്കും. നോൺ ഡക്റ്റൈൽ ആയിരിക്കും. ബ്രിറ്റിലായിരിക്കും, പൊട്ടിപ്പോവടിച്ച. പിന്നെ നോൺ മാലിയബിൾ ആയിരിക്കും അല്ലേ? ബ്രിറ്റിലാന്ന് പറഞ്ഞല്ലോ. നോൺ സൊണോറസ് ആയിരിക്കും. നോൺ സൊണോറസ്. സാധാരണഗതിയിൽ അവർ സോഫ്റ്റ് ആവുന്നതാണ് പതിവ്. പക്ഷെ നോൺ മെറ്റൽസിൽ ഒരാളാണ് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയ വസ്തുക്കളിലൊന്ന്. ഏതാണെന്ന് പറയാമോ? ഡയമണ്ട്. ഡയമണ്ട് ഒരു നോൺ മെറ്റലാണ്. സോ യൂഷ്വലി സോഫ്റ്റ് ആണ്. എക്സെപ്ഷണലി ഹാർഡ് ആയിട്ടുള്ള നോൺ മെറ്റലാണ്. എക്സെപ്ഷണലി ഹാർഡ് നോൺ മെറ്റൽ.
എക്സെപ്ഷണലി ഹാർഡ് നോൺ മെറ്റൽ ആണ് ഡയമണ്ട്. ഇനി സാധാരണഗതിയിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഇവർക്ക് ഉണ്ടാവാറ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ബട്ട് ഇവർക്ക് എന്താണ്, ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടിയ ആളുകളാണ് കാർബൺ ആൻഡ് ബോറോൺ, ഹാവിങ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇത്രയും കാര്യം ഈ ഭാഗത്ത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി മെറ്റലോയിഡിനെയും കൂടി പരിചയപ്പെടുത്താം. എന്താ മെറ്റലോയിഡ്? മെറ്റലോയിഡ് എന്ന് പറയുമ്പോൾ the species which shows both the properties of metal and non-metal. Both the properties of metal and non-metal. മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ആളെയാണ് നമ്മൾ മെറ്റലോയിഡ് എന്ന് വിളിക്കുക. മെറ്റലോയിഡിന് എക്സാമ്പിളാണ് സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ടെലൂറിയം. എലമെൻറ്റുകളുടെ പേരൊക്കെ എഴുതി തരാട്ടോ. സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ടെലൂറിയം. ഓക്കെ, ഓർത്തു വെക്കണേ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കണ്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. 118ഓളം എലമെൻറ്റ്സ് ഭൂമിയിൽ കണ്ടിട്ടുണ്ട്. 118ഓളം എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ അധികവും സോളിഡുകളാണ്. 118ഓളം എലമെൻറ്റ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ സോളിഡ്സ്. മെറ്റലുകളാണ് അധികവും. 118 എലമെൻറ്റ്സ്. അതിൽ 11 ഗ്യാസുകളാണ്. ഓർത്ത് വെക്കണം, 11 ഗ്യാസസ് ആർ ദർ. ഇനി റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായ 2 ആളുകളേ ഉള്ളൂ, 2 എലമെൻറ്റ്സ്. അതിൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും. 2 എലമെൻറ്റ്സ് ആർ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ആരൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കോ? ആരാ? ഒരു മെറ്റലുണ്ട്, ഏതാ അറിയോ? മെർക്കുറി. മെർക്കുറിയുടെ സിമ്പിൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, Hg ആണ്. നോൺ മെറ്റൽ വരുന്നത് ആരാ പറയാവോ? ബ്രോമിൻ ആണ്. ഇനി റൂം ടെമ്പറേച്ചറിൻ്റെ സ്ലൈറ്റ് അബവില്ല, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 303 കെൽവിൻ്റെ ഒക്കെ ആ ടെമ്പറേച്ചറിൽ 303 കെൽവിൻ ടെമ്പറേച്ചറൊക്കെ കിട്ടുമ്പോൾ തന്നെ 303 കെൽവിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ ലിക്വിഡ് ആവുന്ന മെറ്റലുകളുണ്ട്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് മെറ്റൽസ്. അതോർത്ത് വയ്ക്കുക. ആരൊക്കെയാ? CS, ദാറ്റ് ഈസ് സീഷ്യം ആൻഡ് ഗാലിയം. ഓർത്ത് വയ്ക്കോ? നമുക്ക് പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 30 എലമെൻറ്റ്സിൻ്റെ പേരെങ്കിലും എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം. നമുക്കതൊന്ന് നോക്കി നോക്കാം. നോക്കിക്കോ. ഹൈഡ്രജൻ 1 H1. പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തിനെ ബേസിസിലാണ്? ആറ്റോമിക് നമ്പർ. ഹീലിയം He2, ഹീലിയം. ദെൻ കംസ് ലിത്തിയം 3, lithium. Then comes beryllium 4. Boron 5. Carbon 6. Nitrogen 7. Oxygen 8.
ഫ്ലൂറിൻ 9, നിയോൺ 10. ഓക്കെ, ദെൻ കംസ് 11ാമത്തെ എലമെൻറ്റ് സോഡിയാണ്. നിങ്ങൾ ഓർത്ത് വെക്കണം, 11 സോഡിയം സിമ്പിൾ എണ്ണയാണ്. സോഡിയം സിമ്പിൾ എണ്ണ. 12 Mg ആണ്, മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം. 13 വരുന്നത് Al ആണ്, അലുമിനിയം. 14 വരുന്നത് Si ആണ്, സിലിക്കൺ. ഓക്കെ, 15 വരുന്നത് P ആയിട്ട് രേഖപ്പെടുത്താം, ദാറ്റ് ഈസ് ഫോസ്ഫോറസ്. സൾഫറാണ്, ഇത് 16. 17 ക്ലോറിനാണ്, Cl. 18 ആർഗണാണ്, Ar. 19 K കൊടുക്കാം, ദാറ്റ് ഈസ് പൊട്ടാസ്യം. 20 വരുന്നത് Ca ആണ്, ദാറ്റ് ഈസ് കാൽഷ്യം. ഓക്കെ, ദെൻ കംസ് 20 കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് 21 തൊട്ട്. 21 ഈസ് സ്കാൻഡിയം. ഞാൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, സ്കൂട്ടി വിക്രമൻ. നിങ്ങൾക്ക് ഓർക്കാം, പഴയ കോഡാണ്, എല്ലാവരും കേൾക്കുന്ന കോഡാണ്. സ്കൂട്ടി വിക്രമൻ. ഫിക്കോ നിക്കുസൻ. സ്കാൻഡിയം. സ്കാൻഡിയാണ്, സ്കാൻഡിയം. T22 that is ടൈറ്റാനിയം. വിക്രമൻ്റെ V23 വെനേഡിയം. ക്രാക്ര 24 ക്രോമിയം. മാഗ്നീസ. ഫിഫി അയൺ 26. ഫെറസ് എന്നുള്ള വാക്കിൽ നിന്നാണ് അയൺ വന്നത്, Fe വന്നത്. ഫിക്കോ കൊക്കോ കൊബാൾട്ട്. നിക്കൽ. Cu 29 copper. Sen zinc. ഓക്കെ, ഇങ്ങനെ 30 എലമെൻറ്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൻ്റെ ആദ്യത്തെ ഭാഗത്തുള്ളത്. ഈ 30 എലമെൻറ്റ്സിനെ പറ്റിയും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഞാൻ നോൺ മെറ്റൽസിനെ പറ്റി പറഞ്ഞപ്പോൾ ഗ്രാഫൈറ്റിനെ പറ്റിയും ഡയമണ്ടിനെ പറ്റിയും ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഒരേ എലമെൻറ്റ് തന്നെ പലപ്പോഴും പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനോമിനയ്ക്കാണ് വി വിൽ കോൾ ഇറ്റ് ആസ് അലോട്രോപ്പി. Allotropy. Same element can exist in different form. Same element can exist in different form. അതിന് എക്സാമ്പിളാണ് കാർബൺ. കാർബണിൻ്റെ അലോട്രോപ്പിക് ഫോംസ് ഏതൊക്കെയാ? കുറേ ഫോംസ് ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് കാർബണെ കരിയായിട്ട് കാണാം. അങ്ങ് കരി തൊട്ട് അങ്ങ് ദൂരെ പോയ ഡയമണ്ട് വരെ കാർബണാണ്. അപ്പോൾ ഡയമണ്ട്, കോള, ബക്മിൻസ്റ്റർ, ഫുള്ളറിൻസ് എന്ന് വിളിക്കുന്ന ആളുകൾ, ഫ്ലുറൻസിനെ പറ്റി പഠിക്കൂ കേട്ടോ. ഫ്ലുറൻസ്, പിന്നെ ഗ്രാഫൈറ്റ്, ഇതൊക്കെ ഇതിൻ്റെ അലോട്രോപ്പിക് ഫോമുകളാണ്. ഓർത്തു വയ്ക്കോ.
ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? എലമെൻറ്റുകളെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് കാണുന്നത് കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. കോമ്പൗണ്ട്സ് ഹെഡിങ് എഴുതുന്നില്ലേ? ഉറങ്ങിപ്പോരുത് കേട്ടോ. കോമ്പൗണ്ട്സ് എന്താണ്? കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് ഒരു കൃത്യമായ റേഷ്യോ അല്ല, കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വസ്തുവാണ് കോമ്പൗണ്ട്. എ കോമ്പൗണ്ട് ഇസ് എ സബ്സ്റ്റൻസ് കമ്പോസ്ഡ് ഓഫ് 2 or more elements. Composed of 2 or more elements. Combined in a fixed proportion. ഒരു ഫിക്സഡ് ആയ പ്രപ്പോർഷനിൽ രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആളെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിച്ചത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിൽ? അതിന് കോമ്പൗണ്ടിനെ ഒന്നും കൂടി ഡെപ്തിൽ തിരിച്ചറിയാൻ നമുക്ക് നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വെള്ളത്തിന് ഉണ്ടാക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത വെള്ളം ഉണ്ടാവുമെന്ന് അല്ലേ? എല്ലാവരും പറയും. കാരണം H2O ആണ് വാട്ടർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെള്ളമാക്കി മാറ്റണമെങ്കിൽ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാട്ടറിനെ കിട്ടൂ. കൃത്യമായി പറയുകയാണെങ്കിൽ 2 ഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ അതിന് 16 ഗ്രാം ഓക്സിജനെ കിട്ടിയാലേ അതെന്താവുള്ളൂ? വാട്ടർ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ 2 ഗ്രാം ആണെങ്കിൽ എടുക്കേണ്ട ഓക്സിജൻ ഒരു എമൗണ്ട് ഉണ്ട് 16 ഗ്രാം. 1 ഗ്രാം ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 8 ഗ്രാം ഓക്സിജൻ. ഈ ഒരു റേഷ്യോ 1:8 ഗ്രാം എന്ന് പറയുന്ന മാസ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ വെള്ളമുണ്ടാവുള്ളൂ. അതേപോലെ ഓരോ കോമ്പൗണ്ടും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക ഫിക്സഡായ കോമ്പോസിഷൻ ഉണ്ടാകും. അത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനി ഈ കോമ്പൗണ്ട് ഉണ്ടായി എന്ന് വിചാരിക്കുക, വാട്ടർ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുവാണ് വാട്ടറിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെന്ന. നിങ്ങൾ ഫിസിക്കൽ മെത്തേഡുകളായ സീവിങ് നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ആവും? ഇല്ല അല്ലേ? നമ്മൾ ഇവാപ്രേഷൻ നടത്തിയാൽ പറ്റോ? ഇല്ല. അങ്ങനെ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാലൊന്നും ഇവർ ഇനി സെപ്പറേറ്റഡ് ആവില്ല, അവർ ഒന്നായി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ കോമ്പൗണ്ടിനെ എടുക്കുമ്പോൾ അടുത്തൊരു പ്രത്യേകത, ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് മിക്സ്ചറുകളെയും കോമ്പൗണ്ട്സിനെയും ഒന്ന് വേർതിരിച്ചാലോ? അതിന് മിക്സ്ചറിനെ പറ്റി കൂടി അറിയണം. എന്താണ് മിക്സ്ചർ? പേര് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ദ വേർഡ് ഇറ്റ്സെൽഫ് ഈസ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി വേർഡ്. വൈ? മിക്സ്ചർ ആണടാ, മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. മനസ്സിൽ മിക്സ്ചർ തന്നെയാണ് വന്നത്. അതിൽ പല രീതിയിലുള്ള ആളുകളുണ്ടാവും അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റമായ മിക്സ്ചറിൽ തന്നെ പല സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാത്തിനെയും കൈനെ കൊണ്ട് നോക്കിയാൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ മിക്സ്ചർ എന്ന് പറയുന്ന ആളെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഫിസിക്കൽ മെത്തേഡ്സ് മതി. ഇനി മിക്സ്ചറിലെ കോമ്പോസിഷൻ എപ്പോഴും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. മിക്സ്ചർ എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. മിക്സ്ചറിൽ ഇപ്പോൾ വാട്ടർ ഉണ്ടായി. വാട്ടർ എവിടെ നിന്നാണ് ഉണ്ടായത്? ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നും അല്ലേ? ഹൈഡ്രജനോ കത്തിപ്പിടിക്കുന്ന എലമെന്റാ, ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന കമ്പഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസാണ്. ഇനി അതിൽ രണ്ടിൽ നിന്നുണ്ടായ വെള്ളമോ ഫയർ എക്സ്റ്റിങ്യൂഷറാണ്, ശരിയല്ലേ? അപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടായി വന്ന വസ്തുവിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആളുടെ എല്ലാ സ്വഭാവവും ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമായിരിക്കും കോമ്പൗണ്ട്.
പക്ഷെ മിക്സ്ചർ അങ്ങനെയല്ല. മിക്സ്ചറിൽ ഉള്ള എല്ലാ വസ്തുക്കളുടെയും സ്വഭാവം മിക്സ്ചർ കാണിക്കും. ഓക്കെ, so now we can compare both of them, mixture and compounds. ഇവിടെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി എലമെന്റ്സ് ഓർ കോമ്പൗണ്ട്സ് മിക്സ് ഈച്ച് അതർ. Mix together to form a mixture, to form a mixture randomly. അല്ലെ, ഇവര് മിക്സ് ചെയ്യുന്നത് ഒരു കൃത്യമായ വഴിയിലൊന്നുമല്ല. ബട്ട് ഹിയർ ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട്, എലമെന്റ്സ് റിയാക്ട് ടു ഫോം ന്യൂ കോമ്പൗണ്ട്സ്. എലമെന്റ്സ് react together to form new compounds. അടുത്ത ഈ മിക്സ്ചറിൻ്റെ കോമ്പോസിഷൻ എത്ര വേണമെങ്കിലും മാറാം. എ മിക്സ്ചർ ഷുഡ് ഹാവ് വേരിയബിൾ കോമ്പോസിഷൻ. എ മിക്സ്ചർ ഷുഡ് ഹാവ് വേരിയബിൾ കോമ്പോസിഷൻ. വേരിയബിൾ കോമ്പോസിഷൻ. എലമെൻറ്റിൻ്റെ കോമ്പോസിഷൻ എന്താണ്? കോമ്പൗണ്ടിൻ്റെ കോമ്പോസിഷൻ എന്താണ്? The elements must combine in a definite proportion. Elements must combine in a definite proportion. Combine in a definite proportion. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇവരെ പറ്റി പറയുമ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവരെ കോമ്പൗണ്ട് മിക്സ്ചറിനെ ദേ ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മീൻസ്. ദേ ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മീൻസ്. ഇവിടെയോ ഈ കോമ്പൗണ്ട്സിനെ they cannot be separated. They can't be separated by physical means. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഇവരുടെ കേസിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ ഇവര് ഇവരിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. ദേ ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇവിടെയോ they cannot show the properties of constituent elements. Instead they shows a different property, unique property of the compound. ആ കോമ്പൗണ്ടിനൊരു യുണീക്കായ പ്രോപ്പർട്ടി ഉണ്ടാവും, അതായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക കേട്ടോ. ഇപ്പോൾ എലമെൻറ്റും ആയി കോമ്പൗണ്ടും ആയി, അതോടുകൂടി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മൾ തീർത്തു.
ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് പ്യുവർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് പ്യുവർ എന്ന് പറയുന്നത്? പ്യുവർ എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവിൽ എലമെൻറ്റും കോമ്പൗണ്ടും പ്യുവറാണ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. ഒരു ടൈപ്പ് സബ്സ്റ്റൻസ് മാത്രമുള്ള ആളുകളെയാണ് പ്യുവർ എന്ന് വിളിക്കുക. അല്ലാതെ സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ ശുദ്ധമായ ഒരു വസ്തു എന്ന അർത്ഥമല്ല നമ്മൾ പ്യൂരിറ്റിയെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ? നൗ നമ്മൾ മിക്സ്ചറിനെ പറ്റിയാണ് പറയുന്നത്. എന്താ മിക്സ്ചർ? മിക്സ്ചർ ആർ കൺസിഡേർഡ് ബൈ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പ്യുവർ ഫോം ഓഫ് മാറ്റർ. അതായത് ഒന്നിലധികം പ്യുവർ ഫോം ഓഫ് മാറ്റേഴ്സ് കമ്പൈൻ ചെയ്ത ആളാണ് മിക്സ്ചർ. മിക്സ്ചർ ആർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ ഫോം ഓഫ് മാറ്റർ, വൺ ഫോം ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. രണ്ടോ അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസ് കൂടിയ ആളുകളെയാണ് നമ്മൾ മിക്സ്ചർ എന്ന് വിളിക്കുക. ഈ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എക്സാമ്പിൾ പറയുമ്പോൾ, ഉപ്പ് വെള്ളത്തിലിട്ട് നമ്മളൊരു ഉപ്പുവെള്ളം ഉണ്ടാക്കി. ഉപ്പുവെള്ളം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്ക് തോന്നുന്നത് ഉപ്പിനെ നമുക്ക് തിരിച്ചെടുക്കണമല്ലോ എന്ന്. നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉപ്പ് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ ഇത് ഉപ്പുവെള്ളമാണ്, ഓക്കെ. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു റിക്കവർ മൈ സാൾട്ട്. എന്ത് ചെയ്യും? ഇവാപ്രേഷൻ ചെയ്യാം. ഇവാപ്രേഷൻ ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകും, സോളിഡ് റെസിഡ്യൂ ആയിട്ട് ഉപ്പ് തിരിച്ചു കിട്ടും. നമുക്ക് ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഒരു റിയാക്ഷൻസും നടത്താതെ ഫിസിക്കലായ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഉപ്പിനെ തിരിച്ചെടുത്തില്ലേ? സോ ദാറ്റ് ഈസ് ദ വേ ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ കാണുന്നത് ഇതാണ്. ഏത് വഴിയാണ് നമ്മൾ മിക്സ്ചറിലെ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഓക്കെ, പല ടൈപ്പ് മിക്സ്ചറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ ആദ്യത്തെ ആളാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷനെ പറ്റി. സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ടു. ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ ഉപ്പുവെള്ളം ഉണ്ടാക്കി. അങ്ങനെ ഉപ്പുവെള്ളം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും വെള്ളവും ഉപ്പും എല്ലാം ഈക്വലി ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. സോ such a substance or such a mixture in which there is uniform composition throughout, then it is known as uniform composition throughout, then it is known as homogeneous mixture. അതിനൊരു എക്സാമ്പിൾ ആണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഞാനൊരു ബൈനറി സൊല്യൂഷനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ബൈനറി സൊല്യൂഷൻ? ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബൈ എന്താണ് മക്കളെ? ടു. സോ ബൈനറി സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ടു കോമ്പണൻസ്. രണ്ട് കോമ്പണൻറ്റുകളാൽ ഉണ്ടാക്കിയ സൊല്യൂഷനെ ആണ് ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ ബൈനറി സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് വസ്തുക്കൾ എടുത്തു, എയും ബിയും എന്ന് വിചാരിക്കൂ നിങ്ങൾ. ആ എ എന്ന് പറയുന്ന വസ്തു വളരെ കുറച്ചും ബി വളരെ കൂടുതലും എടുത്ത രണ്ടിനെയും കൂടി മിക്സ് ചെയ്തു. എനിക്കെൻ്റെ സൊല്യൂഷൻ കിട്ടി. എ വളരെ കുറവായിരുന്നു, വിച്ച് ഈസ് ടേക്കൺ ഇൻ ലെസ് ക്വാണ്ടിറ്റി. What about B? B is taken as excess. B excess ആയി എടുത്തു. അപ്പോൾ അങ്ങനെ ഇത് ലെസ് ക്വാണ്ടിറ്റിയിൽ എടുത്തു. ലെസ് ക്വാണ്ടിറ്റിയിൽ എടുത്ത ആളെ നമുക്ക് സൊല്യൂട്ട് എന്ന് വിളിക്കാം. എക്സസ് ക്വാണ്ടിറ്റിയിൽ എടുത്ത ആളെ സോൾവെൻ്റ് എന്ന് വിളിക്കാം. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നാൽ എന്തായടാ? സൊല്യൂഷനായി. So solution is the combination of a solute and a solvent. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നാലുണ്ടാകുന്ന ആളാണ് സൊല്യൂഷൻ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഉപ്പുവെള്ളം തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം.
ഞാൻ വെള്ളത്തിലേക്ക് ഉപ്പിനെ ഇട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപ്പെന്ന് പറയുന്ന ആളുടെ അവസ്ഥ സോളിഡ് ആയിരുന്നു. പാവം വെള്ളത്തിലേക്ക് വീണപ്പോൾ അവൻ്റെ സോളിഡ് എന്ന് പറയുന്ന ഫേസിന് തന്നെ മാറ്റം വന്ന അവൻ സൊല്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സോളിഡ് എന്ന് പറയുന്ന അവസ്ഥയെ മാറ്റാൻ കെൽപ്പുള്ള ആളാണ് നമ്മുടെ വാട്ടർ, അല്ലേ? അപ്പോൾ സോൾവെന്റ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ മറ്റൊരു പ്രത്യേകത, സോൾവെന്റ് വിൽ ചേഞ്ച് ദ ഫേസ് ഓഫ് സൊല്യൂട്ട്, or solvent can influence to change the state of solute. സൊല്യൂട്ടിൻ്റെ സ്റ്റേറ്റിനെ മാറ്റാനുള്ള കഴിവ് പോലും ആർക്കുണ്ട്? സോൾവെന്റിനുണ്ട്. നമുക്കിനി കാണേണ്ടത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. പല ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂട്ടും സോൾവെന്റും മാറുമ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന പല ടൈപ്പ് സൊല്യൂഷൻസ്. ആദ്യം കാണുന്നത് ഗ്യാഷ്യസ് സൊല്യൂഷനെ പറ്റി. എന്താണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ? നമ്മൾ സൊല്യൂഷൻ്റെ പേര് അറിയപ്പെടുന്നത് സോൾവെന്റിനനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് ഉപയോഗിച്ചതിന് കാരണം സോൾവെന്റ് എന്താണ്? ഗ്യാസ് ആണ്. ഇനി സൊല്യൂട്ടും സോൾവെന്റും ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഗ്യാസിൽ തന്നെ ലയിച്ച സൊല്യൂഷൻ. മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ, ഓക്സിജനും നൈട്രജനും മിക്സ് ചെയ്ത മിക്സ്ചർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്, നൈട്രജനും ഒരു ഗ്യാസ് ആണ്. ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ട് ലിക്വിഡ് ആണ്, സോൾവെന്റ് ആണ് ഗ്യാസ്. നിങ്ങൾക്കറിയാം ക്ലോറോഫോം നമ്മൾ അനസ്തെറ്റിക് ആയിട്ട് പണ്ട് യൂസ് ചെയ്യുന്നു, മയക്കാൻ യൂസ് ചെയ്യുന്നു. കെമിക്കൽ ഫോർമുല CHCl3 എന്ന് വരും. ഓക്കെ, അറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. CHCl3 ആണ് ക്ലോറോഫോം, വിച്ച് ഇസ് മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസിൽ ക്ലോറോഫോം എന്ന് പറയുന്ന ലിക്വിഡിനെ ലയിപ്പിച്ചിരിക്കുന്നു. സോളിഡ് ഇൻ ഗ്യാസ്. കർപ്പൂരം, ക്യാംഫർ സൊല്യൂട്ടായിട്ട് എടുക്കുക, നൈട്രജൻ ഗ്യാസ് സോൾവെന്റ് ആയി എടുക്കുക. ആ കർപ്പൂരം സബ്ലിമേഷന് വിധേയമാവുന്ന ആളാണ്. സോൾഡായിട്ട് എടുക്കുമെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞാൽ നേരിട്ട് ഗ്യാസായി മാറിക്കോളും, എന്നിട്ട് നൈട്രജൻ ഗ്യാസിൽ ലയിച്ചോളും. സോ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. ഓക്കെ, അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻസ്. സോൾവെന്റുകൾ എന്തായാലും അപ്പോൾ എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ധാരാളം അറിയും. മനസ്സിലേക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വരുന്നത് വെള്ളത്തിൽ ലയിച്ച അവസ്ഥ മാത്രമാണ്. നിങ്ങൾ ഓർക്കുക, അങ്ങനെ സൊല്യൂഷൻ സോൾവെന്റ് ആയിട്ട് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് മാത്രമല്ല, ഗ്യാസും വരാം, സോളിഡും വരാം. സൊല്യൂഷൻസ് ഏത് ടൈപ്പിലും ഉണ്ടാകാം. ഓക്കെ, ഇനി ലിക്വിഡ് സൊല്യൂഷനിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. നമുക്കറിയാം വെള്ളത്തിലൊക്കെ ഓക്സിജൻ ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്ത് കിടക്കുന്നു. ഗ്യാസ് ഇസ് ഡിസോൾവ് ഇൻ വാട്ടർ, വിച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. എത്തനോൾ വെള്ളത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു. എത്തനോൾ ഇസ് ദ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഇസ് ദ സോൾവെന്റ്. സോളിഡ് ഇൻ ലിക്വിഡ്, ഗ്ലൂക്കോസ് വെള്ളത്തിൽ ലയിക്കുക, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുക, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക, ഇതൊക്കെ സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആണ്. ഇനി സോളിഡ് സൊല്യൂഷൻ, ഗ്യാസ് സോളിഡ് ലയിക്കുമെന്ന് പലർക്കും തോന്നും. അത് ലയിക്കാൻ വേണമെങ്കിൽ എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. പലേഡിയം ഒരു എലമെന്റ് ആണ്, ഒരു മെറ്റലാണ്. പലേഡിയത്തിൻ്റെ ഉള്ളിൽ ധാരാളം ഹോളുകളുണ്ട്. നമ്മൾ അതിനെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് എന്ന് വിളിക്കാറുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ്. ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസുകളുടെ ഉള്ളിൽ ഹൈഡ്രജനെ പോലുള്ള ഗ്യാസുകൾ പലപ്പോഴും ഒളിച്ചിരിക്കാറുണ്ട്. ഇങ്ങനെ പലേഡിയം പോലുള്ള മെറ്റലുകളുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസുകളിൽ ഗ്യാസ് ഒളിച്ചിരിക്കുകയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഒക്ലൂഷൻ. എന്താ വിളിക്കുക? ഒക്ലൂഷൻ. ഒക്ലൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് trapping hydrogen like gases on
interstitial spaces of metal surface. മെറ്റലിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസുകളിൽ ഹൈഡ്രജനെ പോലുള്ള ഗ്യാസുകൾ ഒളിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഒക്ലൂഷൻ. ക്ലിയർ? ഇനി അടുത്തത് ലിക്വിഡ് ഇൻ സോളിഡ്. സോളിഡിൽ ലിക്വിഡ് ലയിച്ചു ചേരാം. നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് കുട്ടികൾ കേട്ടിട്ടുണ്ടോ? കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് NaOH ആണ് മക്കളെ. കാസ്റ്റിക് സോഡ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ബേസാണ് NaOH. ഈ NaOHൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരാളാണ്, പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് സോഡിയം അമാൽഗം, അല്ലെങ്കിൽ സോഡിയം അമാൽഗം എന്ന് പറഞ്ഞാൽ NaHG. സോഡിയവും മെർക്കുറിയും കൂടി ചേർത്ത് വെച്ചത്. ഇതിൽ മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇറ്റ് ഈസ് ലിക്വിഡ്. സോഡിയം ഈസ് എ സോളിഡ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സോഡിയമാണ്. സോ ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ആസ് എ സോൾവെന്റ്. അപ്പോൾ സോഡിയം മെർക്കുറി അമാൽഗം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് ഇൻ സോളിഡ്. ഇനി സോളിഡ് സൊല്യൂഷന് എക്സാമ്പിളാണ് അലോയ്സ്. അലോയ്സ് എന്ന് പറയുമ്പോൾ എന്താ? അലോയ്സ് ആർ the true solutions formed by the mixture of two or more metals. രണ്ടോ അതിലധികമോ മെറ്റൽസ് കൂടിച്ചേർന്നുണ്ടാവുന്ന മിക്സ്ചറാണ് എന്തായിട്ട് മാറാറ്? അലോയ്സ് ആയിട്ട് മാറാറ്. ഈ അലോയ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ, കാൺട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ഈ അലോയ്സിന് എക്സാമ്പിളുകൾ ഓർത്ത് വെക്കണം. അലോയ്സിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ബ്രാസ്. ബ്രാസിൻ്റെ ഉള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഞാനിങ്ങനെ ഓർത്ത് വയ്ക്കുക, ബ്രാസ് കുമാരൻ സെന്നിൽ പോയി. കുമാരൻ്റെ കൊപ്പറാണെന്നും സെൻ എന്ന് പറയുന്നത് സിങ്ക് ആണെന്നും ഓർത്ത് വയ്ക്കുമല്ലോ. ഇനി അടുത്തത് ബ്രോൺസ് കുമാരൻ ടിന്നുമായി പോയി. കോപ്പർ. SN എന്ന് പറയുമ്പോൾ ടിന്നിൻ്റെ സിമ്പലാണ്. സ്റ്റാനസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ടിൻ ഉണ്ടായിരിക്കുന്നത്, സ്റ്റാനസ്. അടുത്തത് ജർമ്മൻ സിൽവർ. ഇതും ഒരു അലോയാണ്. ജർമ്മൻ സിൽവറിനെ ഞാനിങ്ങനെ ഓർത്ത് വയ്ക്കുക, ജർമ്മൻ കുമാരൻ സെന്നില നിക്കറിട്ട് പോയി. കുമാരൻ്റെ കൊപ്പറാണെന്നും സെന്നിൻ്റെ സെഡൻ സിങ്ക് ആണെന്നും നിക്കറിൻ്റെ NI നിക്കലാണെന്നും നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണ് നമുക്ക് അലോയ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇതാണ് സൊല്യൂഷൻസിൻ്റെ ആദ്യത്തെ തുടക്ക ഭാഗങ്ങളിൽ കാണാനുള്ളത്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണം. എന്തൊക്കെയാണ് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി? തോമസ് ഗ്രഹാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തു. ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉള്ളിലൂടെ ചില വസ്തുക്കളെ കടത്തിവിടാൻ നോക്കി. അവർ ഈസിയായി ഫിൽറ്റർ പേപ്പറിൻ്റെ ഉള്ളിലൂടെ പോയി. മറ്റൊരു വസ്തുവുണ്ട്, ദാറ്റ് ഈസ് സെമി പെർമിബിൾ മെംബ്രെയിൻ. നമ്മുടെ പൊട്ടറ്റോ മെംബ്രെയിനൊക്കെ സെമി പെർമിബിൾ മെംബ്രെയിനാണ്. ചില വസ്തുക്കളെ കടത്തിവിടുകയും ചില വസ്തുക്കളെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന മെംബ്രെയിൻ. ഈ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെയും കടത്തിവിടാൻ നോക്കി. അതിലൂടെയും ഇവർ ഈസിയായി കടന്നുപോയി.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ സൈസ് വളരെ കുറവാണ്. ഇങ്ങനെ രണ്ടിലൂടെയും കടന്നുപോയ ആളുകളാണ് ട്രൂ സൊല്യൂഷൻ അഥവാ സൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ചില വസ്തുക്കളെ ഫിൽറ്റർ പേപ്പറിലൂടെ കടത്തിവിടാൻ നോക്കി, അത് പോയെങ്കിലും അടുത്ത സെമി പെർമിബിൾ മെമ്പറിലൂടെ അവർ പോയില്ല. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കൊളോയിഡ്. ചില വസ്തുക്കൾ അവർ ഫിൽറ്റർ പേപ്പറിലൂടെയും പോയില്ല, സെമി പെർമിബിൾ മെമ്പറിലൂടെയും പോയില്ല, അവരാണ് സസ്പെൻഷൻ. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഹോമോജീനിയസ് മിക്സ്ചർ ആണ് എന്നുള്ളതാണ്. അല്ലെ, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അല്ലെ, എല്ലായിടത്തും യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ത്രൂ ഔട്ട്. ഇനി ഇവർ ഫിൽറ്റർ പേപ്പറിലൂടെ കടന്നുപോയി, സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെയും കടന്നുപോയി. ഫിൽറ്റർ പേപ്പറിലൂടെയും സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെയും കടന്നു പോയത് കൊണ്ട് ഇവരുടെ സൈസ് ഫിൽറ്റർ പേപ്പറിലെ പോറിൻ്റെ സൈസിനേക്കാളും ഫിൽറ്റർ പേപ്പറിലെ ഹോളിൻ്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും. സോ ദേ ആർ ഹാവിങ് എ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. 1 നാനോമീറ്ററിനേക്കാളും പാർട്ടിക്കിൾ സൈസ് കുറവുള്ള ആൾ. എന്താ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ? മക്കൾ ഓർത്ത് വയ്ക്കുക, നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻⁹ മീറ്റർ, അത്രയും കുഞ്ഞിതാ. അതിനേക്കാളും സൈസ് കുറവാണ് ഇവർക്ക്, അല്ലേ? ഇനി അതുകൊണ്ട് തന്നെ ഇവർ നേക്കഡ് ഐസിനെ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല ഇവർ ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നില്ല. ദേ ഡസ് നോട്ട് ഷോ ടിൻഡാൽ എഫക്റ്റ്. എന്താ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയാം കേട്ടോ. ദേ ഡസ് നോട്ട് ഷോ ടിൻഡാൽ എഫക്റ്റ്. ഫിസിക്സിലൊക്കെ പഠിച്ച സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഇല്ലേ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അത് തന്നെയാണ് ടിൻഡാൽ എഫക്റ്റ്. അത് അവരങ്ങനെ കാണിക്കുന്നില്ല ഡ്യൂ ടു സ്മോൾ പാർട്ടിക്കിൾ സൈസ്. ഈ ട്രൂ സൊല്യൂഷൻസ് സ്റ്റേബിളാണ്, അതുകൊണ്ട് എപ്പോഴും അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർ താഴത്ത് അടിഞ്ഞ് സെറ്റിലാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ദേ ആർ സ്റ്റേബിൾ, they are stable, so it does not settle, moves randomly throughout the solution. അങ്ങനെ സൊല്യൂഷനിലൂടെ എല്ലാ ഭാഗത്തേക്കും ഇവർ മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ. സൊല്യൂഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സൊല്യൂഷൻസിൽ നമുക്കൊരു കാര്യം കാണാം. നമ്മൾ ഒരു സോൾവൻ്റ് എടുത്തു, വെള്ളം എടുത്തു എന്ന് വിചാരിച്ചോ, ഉപ്പിട്ടു. നമ്മളിടുന്ന ഉപ്പ് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ആ ഒരു സൊല്യൂഷനിൽ ഇനിയും ഉപ്പ് ഡിസോൾവ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആ സൊല്യൂഷൻ ഡയലൂട്ടാണ്, കാരണം ഇനി ഉപ്പ് ഡിസോൾവ് ചെയ്യാനുണ്ട്, അല്ലേ? വീണ്ടും ഞാൻ ഉപ്പിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉപ്പിട്ട് ആ സൊല്യൂഷനിൽ ലയിക്കാവുന്ന പരമാവധി എമൗണ്ട് ലയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഉപ്പിട്ടാലും ഉപ്പ് വെള്ളത്തിൽ ലയിക്കാത്ത ഒരു സാഹചര്യം വന്നെത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ സൊല്യൂഷൻ എന്തായി? സാച്ചുറേറ്റഡ് ആയി എന്ന്. എന്താ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലയിക്കാവുന്നതിൻ്റെ പരമാവധി ലയിച്ചു ചേർന്ന സൊല്യൂഷൻ. നോ മോർ സൊല്യൂട്ട് ഈസ് ഡിസോൾവിങ് ആഫ്റ്റർ ആഡിങ്. or saturated amount of dissolution of solute take place. maximum amount of solute dissolve ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സൊല്യൂഷനിലേക്ക് വീണ്ടും എനിക്ക് ഉപ്പ് ലയിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യും അറിയൂ? ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, ചൂട് കൂട്ടുമ്പോൾ ഇനിയും ഉപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ലയിക്കാൻ പറ്റും. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ ഇറ്റ് ഈസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാം? എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഹീറ്റഡ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് ആൻഡ് ഫർദർ മോർ സൊല്യൂട്ട് ഈസ് dissolved.
furthermore solute is dissolved. Clear? That is supersaturated. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികളാണ്. ആദ്യം നമ്മൾ പറയുന്നത് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ദാറ്റ് ഈസ് W by W പെർസെൻറ്റേജ്. എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ mass of solution into 100. ഇതിനെ W bar W പെർസെൻറ്റേജ് എന്ന് പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? എക്സാമ്പിൾ 2 gram of NaCl is dissolved in 18 gram water. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജിന് W bar W പെർസെൻറ്റേജ് എന്ന് പറയാം. ഓക്കെ, എങ്ങനെ ചെയ്യും നോക്കുക. മാസ് ബൈ മാസ് അല്ലേ? മാസ് ഓഫ് സൊല്യൂട്ട് ഏറ്റവും കുറവെടുത്തത് NaCl. ടോട്ടൽ മാസ് 2 + 18, ദാറ്റ് ഈസ് ഇൻറ്റു 100. 2 by 20 into 100, 1 by 10, ദാറ്റ് ഈസ് 10%. കിട്ടിയോ? ഇങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പെർസെൻറ്റേജ് ഉണ്ട്, വോളിയം പെർസെൻറ്റേജ്. എന്താണ് വോളിയം പെർസെൻറ്റേജ്? V bar V പെർസെൻറ്റേജ്. V bar V പെർസെൻറ്റേജ് കിട്ടാൻ ചെയ്യേണ്ടത് വോളിയം ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ എടുത്തു. എത്തനോളാണ്. 20 milliliter എത്തനോൾ. 20 milliliter എത്തനോൾ dissolved in 130 milliliter of water. Find V by V percentage. എന്ത് ചെയ്യും? വോളിയം ഓഫ് സൊല്യൂട്ട് എത്രയാ? 20. ഏറ്റവും കുറവുള്ളത് എത്തനോൾ അല്ലേ? ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സൊല്യൂട്ട് മാത്രം എടുത്താൽ മതിയോ? പോരാ. സോൾവെന്റ് മാത്രം എടുത്താൽ മതിയോ? പോരാ. രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 20 + 130 ചെയ്യണം. ഇൻറ്റു 100 ആക്കണം പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ. 20 by 150 into 100 അല്ലേ? 0 വെട്ടി 200 by 15. 1 50 3 5 50 3 13.3% ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ വേണം V by V പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.